ഹൃദ്യമായി ഇടപെടണം. ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. സ്വർഗീയമായ വചനം വേണ്ട വിധത്തിൽ ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കണം. ഇത് ഞങ്ങളുടെ ആത്മീയ വർദ്ധനവിന് മുഖാന്തരമായി തീരണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാം വായിച്ച 2 വാക്യങ്ങൾ, അതിൽ ഈ 2 വാക്യങ്ങളിൽ 2 കൂട്ടം വ്യക്തികളെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. We read 2 verses, and in these 2 verses we can see 2 categories of people. 20-ാം വാക്യത്തിൽ തിന്മ പ്രവർത്തിക്കുന്നവരെ കുറിച്ച് എഴുതിയിരിക്കുന്നു. In verse 20 we can see a group of people who does evil. 21-ാം വാക്യത്തിൽ സത്യം പ്രവർത്തിക്കുന്നവരെ കുറിച്ച് എഴുതിയിരിക്കുന്നു. And in verse 21 we can see a category who practices the truth. തിന്മ പ്രവർത്തിക്കുന്നവരുടെ സ്വഭാവത്തെ കുറിച്ചാണ് കാണുന്നത്. തിന്മ പ്രവർത്തിക്കുന്നവർ വെളിച്ചത്തിലേക്ക് വരുന്നില്ല. Those who does evil hates the light and does not come to the light. കാരണം തിന്മ പ്രവർത്തിക്കുന്നവർ വെളിച്ചത്തിൽ വരാതിരിപ്പാൻ, കാരണം അവരുടെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ അവർ വെളിച്ചത്തിലേക്ക് വരുന്നില്ല. Those who does evil hates the light, and they were afraid because their deeds will be exposed if they come to the light. എന്നാൽ അടുത്ത 21-ാം വാക്യത്തിൽ സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരാൻ ഏറെ ആഗ്രഹിക്കുന്നു. But we can see in verse 21, he who practices the truth comes to the light. കാരണം അവർ തങ്ങളുടെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കാൻ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് ഓടിയെത്തുന്നു. Because they are doing what God wants them to do, that's why they would like to show or manifest their deeds before God. അവർക്കൊരു കാര്യം അറിയാം, ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്ന പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ വെളിച്ചത്തിലേക്ക് വന്നെങ്കിലേ സാധ്യമായി തീരുകയുള്ളൂ. They know that whatever they did for the Lord, if it wanted to be manifested, they know that they need to come to the light. അതുകൊണ്ട് തന്നെ അവർ വെളിച്ചത്തിലേക്ക് വരുവാനായിട്ട് വളരെ തിടുക്കത്തോടു കൂടി ആഗ്രഹിക്കുന്നു. They were trying earnestly to come to the light. നമ്മുടെ കർത്താവ് ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരെയും ഒന്നിച്ച് സകല ജാതികളെയും ഒന്നിച്ച് വിളിച്ചു കൂട്ടുന്ന ഒരു സന്ദർഭം സുവിശേഷത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. We can see in the Gospels that Lord Jesus is finally going to gather everyone together. അപ്പോൾ അവൻ സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. He will collect everyone together in front of him. എന്തിനാണെന്നറിയാമോ ഈ സകല ജാതികളെയും കർത്താവ് ഒരിക്കൽ അവന്റെ മുമ്പിൽ കൂട്ടുന്നത്? Do you know why he gathered all Gentiles and Jews in front of him? ഒരു വേർതിരിവിന് വേണ്ടിയാണ് അവിടെ സകല ജാതികളെയും കൂട്ടുന്നത്. അവൻ ഇടയൻ ചെമ്മരിയാടുകളെയും കോരാടുകളെയും തമ്മിൽ വേർതിരിക്കുന്ന പോലെ വേർതിരിക്കേണ്ടതിന് വേണ്ടി സകല ജാതികളെയും കർത്താവ് തന്റെ സന്നിധി കൂട്ടുന്നു. Final day he is gathering everyone in order to separate those who do good things and those who do bad things, like a sheep and God. He wants to separate and he wants to renounce a judgment. That is the reason on the final day God will gather everyone in front of him. നമുക്ക് ആ വേദവാക്യം ഒന്ന് വായിക്കണേ. മത്തായി സുവിശേഷം 25:30-32 ഒന്ന് വായിക്കാവോ? Gospel of Matthew chapter 25 verse 31 and 32. മതി. ദൈവത്തിനുള്ള സ്തോത്രം. സകല ജാതികളെയും കർത്താവ് തന്റെ സന്നിധിയിൽ കൂട്ടുന്നു. കർത്താവോ തൻ്റെ തേജസ്സിന് സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. കൂട്ടുന്നത് ഞാൻ ഓർപ്പിച്ചല്ലോ, ഒരു വേർതിരിവിന് വേണ്ടിയാണ് കൂട്ടുന്നത്. We can see here, but when the Son of Man comes in his glory and all the angels with him, then he will sit on his glorious throne. All the nations will be gathered before him, and he will separate them from one another, as the shepherd separates the sheep from the goats. മത്തായി സുവിശേഷം 25:34 ഇങ്ങനെ വായിക്കുന്നു. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ,
ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം നിങ്ങൾ അവകാശമാക്കിക്കൊള്ളുവീൻ. We can see those who are standing on the right, the king will say to them, "Come, you who are blessed of my Father, inherit the kingdom prepared for you from the foundation of the world." ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ദിവ്യമായ രാജ്യം നിങ്ങൾ സ്വന്തമാക്കേണ്ടതിന് വേണ്ടി ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. Our king is calling a group of people to inherit the kingdom prepared for them from the foundation of the world. ഈ വലിയ അനുഗ്രഹം അവർക്ക് കൊടുക്കുവാനുള്ള കാരണത്തെക്കുറിച്ചും കർത്താവ് അവിടെ പറയുന്നു. Lord was explaining why he is giving such kind of privilege to those category. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. I was hungry, you gave me something to eat. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. I was thirsty and you gave me something to drink. എന്റെ നഗ്നതയെ നിങ്ങൾ ഉടുപ്പിച്ചു. When I was naked, you clothed me. ഞാൻ അതിഥിയായി വന്നു, നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടു. When I came as a stranger, you invited me into your house. അവര് പറഞ്ഞു, കർത്താവേ, അവിടുന്ന് വിശന്നവനായി ഞങ്ങളുടെ ഇടയ്ക്കിൽ വന്നതായി ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. That righteous group replied God, we never saw you hungry or you were thirsty. അവിടുന്ന് ദാഹിച്ചവനായി ഞങ്ങളുടെ ഇടയിൽ വന്നതായി ഞങ്ങൾ കണ്ടിട്ടില്ല. We never saw you were thirsty. അവിടുന്ന് അതിഥിയായി ഞങ്ങളുടെ മുമ്പിൽ വന്നത് ഞങ്ങൾ അറിയുന്നില്ല. We never saw you came into our house as a stranger. പിന്നെ എങ്ങനെ ഞങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, കുടിപ്പാൻ തന്നു, ധരിപ്പാൻ തന്നു, നിനക്ക് വേണ്ടി ഇടമൊരുക്കി എന്നൊക്കെ അങ്ങ് ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ മനസ്സിലാകുന്നില്ല. We cannot understand. When did we do all these things? We are unable to think through. അപ്പോൾ കർത്താവരോട് പറയുകയാണ്, നിങ്ങളിൽ ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തെടുത്തോളൂ, എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. At that time, the king was replying to that group of people, "Truly I say to you, to the extent that you did it to one of these brothers of mine, even the least of them, you did it to me." നിങ്ങൾ അറിയാതെ കൊണ്ട് വിശന്നവരെ നിങ്ങൾ പോഷിപ്പിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. Without knowing who they are, you fed a group of people. നിങ്ങൾ അറിയാതെ ദാഹിച്ചവരെ അവർക്ക് നിങ്ങൾ കുടിപ്പാൻ കൊടുത്തത് ഞാൻ അറിയുന്നുണ്ട്. A group of people, when they were thirsty, you gave them to drink. നിങ്ങളത് ചെയ്തു, പക്ഷെ നിങ്ങളത് ചെയ്യുന്നത് മറ്റാരും കണ്ടില്ലെങ്കിലും എനിക്കിത് കാണുവാൻ കഴിഞ്ഞു. Even though you did in secret, many people were unaware, but still I saw that. നിങ്ങൾ പലർക്കും ധരിപ്പാൻ കൊടുത്തു, പലരെ നിങ്ങളുടെ വീട്ടിൽ ചേർത്തു പാർപ്പിച്ചു, അതെല്ലാം ഞാൻ ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുൻപ് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ രാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. To that group who were righteous and who did so many things secretly, to that group Jesus was saying, "You are blessed of my Father, inherit the kingdom prepared for you from the foundation of the world." എന്നാൽ കർത്താവ് ഇടത്തുള്ളവരോട് പറയുന്നുണ്ട്, സ്തോത്രം, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ടു പോ, പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് നിങ്ങൾ പോകുവീരെന്ന് പറയുന്നു. Then he will also say to those on his left, "Depart from me, accursed ones, into the eternal fire which has been prepared for the devil and his angels." കർത്താവിനോട് പറയുന്നു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല, എന്നെ നഗ്നതയെ നിങ്ങൾ മറച്ചില്ല, ഞാൻ അതിഥിയായിട്ട് വന്നു, നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടില്ല. He was explaining that I was hungry, you gave me nothing to eat. I was thirsty and you gave me nothing to drink. I was a stranger, you did not invite me in. Naked, you did not clothe me. Sick and in prison, and you did not visit me. അവരും കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ ഓർമ്മയിലേ ഇല്ല. അവിടുന്ന് വിശന്നവനായോ ദാഹിച്ചവനായോ നഗ്നനായോ ഞങ്ങളുടെ അടുക്കൽ വന്നതായ ഒരു അനുഭവം ഞങ്ങൾ ഓർക്കുന്നേ ഇല്ല. That group also replied to Lord, "Lord, when did we see you hungry or thirsty or a stranger or a naked or a sick or in person, and we did not take care of you?" കർത്താവ് അവരോടും പറഞ്ഞ ഇതേ വാചകമാണ്,
ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളം നിങ്ങൾ എനിക്ക് ഒന്നും ചെയ്തിട്ടില്ല. To that group also Lord replied in this manner, truly I say to you, to the extent that you did not do it to one of the least of these, you did not do it to me. ഇത് തന്നെയാണ് ആദ്യം വായിച്ച വാക്യം. തിന്മ പ്രവർത്തിക്കുന്നവർ വെളിച്ചത്തിന്റെ അടുക്കിലേക്ക് വരുവാൻ ഭയപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ അവരുടെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് അവർ വെളിച്ചത്തിലേക്ക് വരുന്നില്ല. That is the reason in the beginning I said those who are doing evil, they hate to come to the light because they were afraid of being exposed. എന്നാൽ നന്മ പ്രവർത്തിച്ചവരോ തങ്ങളുടെ പ്രവൃത്തി ദൈവത്തെ ചെയ്തിരിക്കാൻ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരികയാണ്. But those who practices the truth comes to the light because they were doing what God wants them to do. നമ്മൾ ആദ്യം വായിച്ച 20-ാം വാക്യം അതിന് തൊട്ട് മേളിൽ പറയുന്നു, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ ഇരുളിനെ വെളിച്ചത്തെക്കാൾ ഇരുളിനെ ഏറെ സ്നേഹിച്ചു. This is the judgment, that the light has come into the world and men loved the darkness rather than the light, for their deeds were evil. വെളിച്ചം ലോകത്തിൽ വന്നു. സാക്ഷാൽ വെളിച്ചമായവനായ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്നു. അവിടെയാണ് ന്യായവിധിയുടെ തുടക്കം. We can see the light of the world. Lord Jesus came on this earth, but they rejected him. That is the beginning of the judgment. ഈ വേദവാക്യത്തിൽ രണ്ട് കൂട്ടരെ നമ്മൾ കാണുന്നു. അതില് രണ്ടാമത്തെ കൂട്ടര് സത്യം പ്രവർത്തിച്ചിട്ട് അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്ന കൂട്ടരാണ്. The two groups we are seeing in the verses which we read, and the one group, they were doing right things but they were trying to come to the light. തിരുവചനത്തിൽ നിന്ന് ചില എക്സാമ്പിൾ തുടർന്നുള്ളതായി ചില മിനിറ്റുകൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ നന്മ പ്രവർത്തിച്ചിട്ട് ദൈവം പിന്നത്തേതിൽ ചില നാളുകൾക്ക് ശേഷം അവ ഓർമ്മപ്പെടുത്തുകയും ദൈവത്താൽ അവരെ മാനിക്കുകയും ചെയ്ത ചില സംഭവങ്ങൾ തിരുവചനത്തിൽ നിന്ന് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. I would like to remind you or show you certain examples who did certain good things and how God remembered those good things. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? The book of Esther, chapter 3, verses 8, 9 and 10. ആമേൻ. പിന്നെ ഹാമാൻ അഹസ്വേരോശ് രാജാവിനോട് പറയുക, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു കൂട്ടം ജാതികൾ ചിന്നിച്ചിതറി കിടക്കുന്നു. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റ് സകല ജാതികളുടേതിനേക്കാൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവർ രാജാവിൻ്റെ പ്രമാണങ്ങളെ അശേഷം അനുസരിക്കാത്ത ഒരു കൂട്ടം ജാതികളാകുന്നു. Then Haman said to King Ahasuerus, there is a certain people scattered and dispersed among the peoples in all the provinces of your kingdom. Their laws are different from those of all other people, and they do not observe the king's laws. So it is not in the king's interest to let them remain. ഹാമാനും കൂട്ടരും അഹസ്വേരോശ് രാജാവിനോട്, നമ്മുടെ ഈ രാജ്യത്ത് ചിന്നിച്ചിതറിക്കിടക്കുകയും രാജാവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കാത്തവരുമായ ആ വ്യക്തികൾ നിമിത്തം നമ്മുടെ രാജ്യത്തിനും രാജാവിനും ദോഷം വന്നു ഭവിക്കും. അതുകൊണ്ട് രാജാവ് ഒരു തീരുമാനമെടുക്കണം, ആ കൂട്ടരെ നശിപ്പിക്കുക തന്നെ വേണം. Then Haman was asking the king, let us destroy that separated group. അതിന്റെ ഫലമായി 13-ാം വാക്യത്തിൽ 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ
കേട്ടോ, രാജാവ് കൽപ്പിച്ചു. എന്ത് കൽപ്പിച്ചെന്നറിയാമോ? സ്തോത്രം. ആബാലവൃദ്ധം, സകല യഹൂദന്മാരെയും ആബാലവൃദ്ധം, കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ച് കൊന്നുമുടിക്കുകയും അവരുടെ വസ്തുവകളൊക്കെ കൊള്ളയടിക്കുകയും ചെയ്യണമെന്ന് രാജാവ് തൻ്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അഞ്ചൽക്കാർ വശം കൽപ്പന എഴുതി കൊടുത്തയച്ചു. We can see here a final verdict from king was coming. Letters were sent by couriers to all the king's provinces to destroy that group and to kill and annihilate all the Jews. ഈ വിവരം മൊർദെഖായി യഹൂദജനം അറിഞ്ഞു. നമ്മുടെ സ്വന്തം വംശത്തെ മുഴുവനായി കൊന്നൊടുക്കാൻ പോവുകയാണ്. സകല ഉന്മൂലനാശം വരുത്തുവാൻ രാജാവ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷ നേടുവാൻ എന്ത് ചെയ്യണമെന്ന് അവർ ചിന്തിച്ചു. അവര് മൊർദെഖായിയോട് പറഞ്ഞു, നിന്റെ കുടുംബത്തിൽപ്പെട്ട എസ്തേർ എന്ന വ്യക്തി ഇവിടെ ഉണ്ടല്ലോ, ആ എസ്തേറിനെ രാജാവിൻ്റെ സന്നിധിയിലേക്കൊന്ന് പറഞ്ഞു വിടണം. അവൾ എന്നൊന്ന് അപേക്ഷിക്കട്ടെ, പക്ഷേ കരുണ തോന്നിയാൽ രാജാവ് നമ്മെ വിടുവിക്കും. അതുകൊണ്ട് ഈ സമയം വളരെ വിലപ്പെട്ട നിമിഷമാണ്. എസ്തേറിനെ രാജസന്നിധിയിലേക്ക് പറഞ്ഞു വിടണം. When Mordecai learned all that had been done, he came to know the seriousness of the situation, and he was urging Esther, the relative of Mordecai, to go into king's court and to plead against this decree. ആ സന്ദർഭത്തിൽ എസ്തേർ പറയുകയാണ്, എന്നെ ഈ 30 ദിവസത്തേക്ക് രാജാവിൻ്റെ അടുക്കൽ ചെല്ലുവാനായിട്ട് കൽപ്പിച്ചിട്ടില്ല. ഞാൻ രാജകൽപ്പന കൂടാതെ രാജാവിൻ്റെ അടുക്കൽ ചെല്ലുന്ന പക്ഷം രാജാവ് പൊൻചെങ്കോൽ നീട്ടിയില്ലെങ്കിൽ എൻ്റെ ശിരസ് രാജാവ് വെട്ടിയെടുക്കും. Then Esther said an excuse, I have not been summoned to come to the king for these 30 days, and so I will be beheaded. So she was replying to Mordecai an excuse here. മൊർദെഖായി പിന്നെ എസ്തേറിനോട് പറയുകയാണ്, 14-ാം വാക്യം, 4:14, ഈ സമയത്ത് നീ മിണ്ടാതെ ഇരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തേക്കല്ലോ ദൈവമായ യഹോവ നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. At that time Mordecai was replying to her, do not imagine that you in the king's palace can escape any more than all the Jews, for if you remain silent at this time, relief and deliverance will arise for the Jews from another place, and you and your father's house will perish. And who knows whether you have not attained royalty for such a time as this. Praise the Lord. അതിന് എസ്തേർ ഒടുവിൽ മൊർദെഖായിക്ക് മറുപടി കൊടുത്തു. എന്താ മറുപടി കൊടുത്തെന്നറിയാമോ? സ്തോത്രം. ഞാൻ രാജാവിൻ്റെ അടുക്കലേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുന്നു. എന്നാൽ എനിക്ക് വേണ്ടി സ്തോത്രം മറുപടി നൽകിയത്, നീ സൂസനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരമല്ലേലും രാജാവിൻ്റെ അടുക്കിലേക്ക് പോകാം. നിങ്ങൾ എനിക്ക് വേണ്ടി ഉപവസിക്കാൻ പറഞ്ഞു. After hearing Mordecai's words, Esther was planning to intercede for the Jews and replying, you go and take a fasting for 3 days for me. I am going to go even though it is against the law. If I perish, let me perish. നിയമപ്രകാരമല്ലെങ്കിലും രാജാവിന്റെ അടുക്കിലേക്ക് പോകുന്ന എസ്തേറിന് വേണ്ടി യഹൂദരെ ഒന്നിച്ചു ഉപവസിച്ചു. അവർ ഭക്ഷിച്ചില്ല, പാനം ചെയ്തില്ല, അവർ കണ്ണുനീരോടെ ദൈവസന്നിധി പ്രാർത്ഥിച്ചെന്നുള്ള ഒരു വസ്തുതയാണ്. It was a reality. All the Jews assembled together for 3 days without eating or drinking, and they interceded for Esther. എന്നാൽ പ്രിയപ്പെട്ടവർ, ഇനിയുള്ളതാ ശ്രദ്ധിക്കേണ്ടത്. അന്ന് രാത്രി ഈ അഹസ്വേരോശ രാജാവിന് ഉറക്കം വന്നില്ല. But the next thing is the greatest thing. That night, when the Jews were taking fasting and praying, the king was not able to sleep at all. രാജാക്കാരോട് രാജാവ് പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നില്ല, എൻ്റെ ഡയറി ദിനവൃത്താന്ത പുസ്തകം ഇഞ്ഞെടുത്തോണ്ട് വാ, എൻ്റെ ഡയറി ഇഞ്ഞെടുത്തോണ്ട് വരാൻ പറഞ്ഞു. That night king was unable to sleep, so he gave an order to bring the book of records, the chronicles, and they were read before the king. രാജാവ് ഡയറി തുറന്നപ്പോഴേ ഇത്രാം മാസം
ഇത്രാം തീയതി തന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ച ആ മൊർദെഖായിയെ കുറിച്ച് അതിനകത്ത് എഴുതിയിരിക്കുക. It was found written in that diary. One day, at a particular date and time, the king was ordered to be killed or cheated by a group of people, and he was reading about Mordecai's report in order to save that king. ഷണ്ണന്മാരിൽ രണ്ടുപേരായ ബിദ്ദാന തേരസ് എന്ന ഉമ്മരപ്പിടിക്കാവൽക്കാർ രാജാവിനെ കയ്യേറ്റം ചെയ്ത് കൊലപ്പെടുത്തുവാൻ അവർ ആഗ്രഹിച്ചു. ഈ വിവരം മൊർദെഖായിക്ക് അറിവ് കിട്ടി. മൊർദെഖായി അവ രഹസ്യമായി അഹസ്വേരോസ് രാജാവിനെ അറിയിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ഈ ബിദ്ദാന തേരസ് എന്ന രണ്ടു പേരിൽ നിന്ന് അത്ഭുതകരമായി അഹസ്വേരോസ് രാജാവ് രക്ഷപ്പെട്ടു. We can see here two people, Bigdana and Teresh, two of the king's eunuchs who were doorkeepers. They were planning to kill the king, but Mordecai saved king's life that one day. താൻ ബാല്യക്കാരെ വിളിച്ചു ചോദിച്ചു, എന്നെ രക്ഷിച്ച മൊർദെഖായിക്ക് ഞാൻ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? That time the king called the servants. What honor or dignity has been bestowed on Mordecai for this? അവർ പഴയ ദിവസങ്ങളെ കുറിച്ചും ആഴ്ചകളെ കുറിച്ചും മാസങ്ങളെ കുറിച്ചൊക്കെ ഓർത്തു. അവരും രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഇന്ന് വരെ ആ യഹൂദനായ മൊർദെഖായിക്ക് അവിടുന്ന് ഇതിന് പകരമായി ഒന്നും കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. Then the king's servants who attended him said, nothing has been done for the Mordecai. രാജാവ് തീരുമാനിച്ചു, എന്നെ രക്ഷിച്ച ആ ഉമ്മരപ്പിടിക്കാവൽക്കാരിൽ നിന്ന് എന്നെ രക്ഷിച്ച മൊർദെഖായിക്ക് എന്തെങ്കിലും നന്മ ചെയ്യണമല്ലോ എന്നിങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് പിറ്റേ ദിവസം നന്നാ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ ഹാമാൻ ഈ മൊർദെഖായിയെ തൂക്കേണ്ടതിന് വേണ്ടി രാജാവിനോട് അനുവാദം ചോദിക്കാനായിട്ട് അവിടെ വന്നത്. The very next day, early morning, Haman was plotting to kill Mordecai, and with that plot in his mind, Haman was arriving early morning in the court. തലേ രാത്രി രാജാവ് ഉറങ്ങാത്തതുപോലെ തന്നെ മൊർദെഖായി ഉറങ്ങിയില്ല. കാരണം ഹാമാൻ ഉറങ്ങിയില്ല. കാരണം മൊർദെഖായിയെ തൂക്കേണ്ടതിന് വേണ്ടി കഴുകുമരം ഇങ്ങനെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഹാമാൻ. That one particular night, the king didn't sleep at all. At the same time, Haman, he was thinking how he can destroy Jewish leader this Mordecai. Haman also was unable to sleep, thinking about that assassination of Mordecai. മൊർദെഖായിയെ തൂക്കാൻ അനുവാദം ചോദിക്കാൻ വന്ന ഹാമാൻ രാജാവിനോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ രാജാവ് ചാടി അങ്ങോട്ട് ഒന്നാമത് ചോദിച്ചു, ഹാമാനെ, നിന്നെ കാണാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. എനിക്കൊരു കാര്യം അറിയണം. രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷനെ എങ്ങനെ അനുഗ്രഹിക്കണം, എങ്ങനെ മാനിക്കണം, നീ എനിക്കൊന്ന് പറഞ്ഞു തരണം. Before speaking anything from Haman, king asked Haman, what is to be done for the man whom the king desires to honor? ഹല്ലേലൂയ. ഏത് കാര്യവും ഹാമാനോട് ചോദിച്ചിട്ട് രാജാവ് ചെയ്യുള്ളൂ. അത്ര ബുദ്ധിജ്ഞാനിയായ ഒരു വ്യക്തിയായിരുന്നു ഹാമാൻ. Usually the king always asked Haman's opinion because he was an intelligent minister to him. ഹാമാൻ വിചാരിച്ചു, ഹാമാനെ അല്ലാതെ മറ്റാരെയാ രാജാവ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത്? എസ്തേർ രാജ്ഞി കഴിഞ്ഞ ദിവസം ഒരു വലിയ വിരുന്നൊരുക്കിയപ്പോഴും വേറെ ആരെയും കൊണ്ടുപോയില്ല, എന്നെയാ കൊണ്ടുപോയത്. അതുകൊണ്ട് ഈ രാജ്യത്തിൽ രാജാവ് കഴിഞ്ഞാൽ പിന്നെ ഞാനാവുള്ളത്. അതുകൊണ്ട് എന്നെയാണ് രാജാവ് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും എന്നുള്ള നിലയിൽ ഹാമാൻ രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു. Haman was so excited because he was thinking to himself, whom would the king desire to honor more than me? That's why he replied suddenly in this way. രാജാവേ, രാജാവ് കയറുന്ന കുതിരപ്പുറത്ത് രാജാവിൻ്റെ അങ്കി ഇടിയിപ്പിച്ച്, രാജാവിന് ശിരസ്ത്രം വെപ്പിച്ച്, രാജാവിൻ്റെ പൊന്മോതിരം ഇടിയിപ്പിച്ച്, രാജാവിനെ ചെരുപ്പിടിയിപ്പിച്ച്, രാജാവിൻ്റെ ബെൽറ്റ് കെട്ടി, രാജാവിനെ പോലെ അണിയിച്ചൊരുക്കി രാജാവിൻ്റെ കുതിരപ്പുറത്ത് ഈ തെരുവിലൂടെ കൊണ്ടു നടക്കണം. എന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറയണം, രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷനെ ഇങ്ങനെയാക്കും, ഇങ്ങനെയാക്കും, ഇങ്ങനെയാക്കും എന്ന്.
Then Haman said to the king, for the man whom the king desires to honor, let them bring a royal robe which the king was worn, and the horses on which the king was ridden, and on his head was a royal crown has been placed. And then everyone should proclaim before him, thus it shall be done to the man whom the king desires to honor. രാജാവ് ഹാമാനോട് പറഞ്ഞ അടുത്ത വാചകം, നീ പറഞ്ഞത് എനിക്ക് നന്നായി ബോധിച്ചു, നീ പറഞ്ഞതുപോലെ ചെയ്യണം, ഒന്നും കുറച്ചേക്കരുത്. Then the king said to Haman, take quickly the robes and the horses as you have said, and do so for Mordecai the Jew, who is sitting at the king's gate. Do not fall short in anything of all that you have said. നീ പറഞ്ഞതുപോലെ തന്നെ നിനക്ക് പരിചയമുള്ളല്ലോ നമ്മുടെ കൊട്ടാരത്തിൽ കഴിയുന്ന ആ യഹൂദനായ മോർദെഖായി, ആ മോർദെഖായിക്ക് ഇതെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു. He explained everything you explained. Do it everything for that Jew Mordecai. ഞാൻ എൻ്റെ ഭാവനയിൽ പലപ്പോഴും ഇരുന്ന് ചിന്തിക്കാറുണ്ട്, ഈ ഹാമാൻ മോർദെഖായിയെ ഒരുക്കുന്ന ഒരുക്കം. I always think in my imagination how that Haman must have enthroned or dressing up Mordecai. ഹാമാൻ മോർദെഖായിയുടെ പാദം കഴുകി തുടയ്ക്കുന്നു, അങ്കിയിടിപ്പിക്കുന്നു, അതിന് ബട്ടൺസുകൾ കുത്തുന്നു, രാജാവിന്റെ മോതിരം കയറി അല്ലെങ്കിൽ സോപ്പിട്ട് ബലപ്രയോഗം നടത്തി ഈ ഹാമാൻ മോർദെഖായിയെ രാജാവിന്റെ മോതിരം ഇടിയിപ്പിക്കുന്നു, രാജാവിന് ശിരസ്ത്രം വെപ്പിക്കുന്നു, എന്നിട്ട് തെരുവിലൂടെ കൊണ്ടു നടക്കണം. എന്നിട്ട് ഹാമാനെ കൊണ്ട് തന്നെ വിളിച്ചു പറയിപ്പിച്ചു, രാജാവ് ബഹുമാനിക്കാതിരിക്കുന്ന പുരുഷനെ ഇങ്ങനെയാക്കും. I usually think in my imagination how Haman can robe this Mordecai, and not only robing or cleaning him, but proclaiming before everyone and to take him throughout the city gate, and he has to proclaim, thus it shall be done to the man whom the king desires to honor. ഇതൊക്കെ നമുക്ക് ദൈവവചനത്തിൽ വായിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകിച്ച് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Even though we are familiar with all of these things, I would like to remind you one particular thing. എസ്തേറും മോർദെഖായും യഹൂദ ജനവും ഒന്നിച്ച് എസ്തേറിന് വേണ്ടി യഹൂദ സംസ്ഥാനത്തിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചെന്നുള്ളത് ഒരു സത്യമാണ്. Though we know that all the Jews, including Mordecai, fasted for 3 days and nights, എന്നാൽ ഇവരുടെ ഉപവാസ പ്രാർത്ഥന ഫലിക്കാൻ കാരണം എന്താണെന്നറിയാമോ? ദൈവം ഇവരുടെ പ്രാർത്ഥന കേട്ട് മോർദെഖായിയെ രക്ഷിക്കുകയും യഹൂദ സംസ്ഥാനത്തെ വീണ്ടെടുക്കുകയും ചെയ്തതിൻ്റെ രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ, ആരും അറിയാതെ മോർദെഖായി രാജാവിന് വേണ്ടി പണിയെടുത്തു. അങ്ങനെ ബിദ്ദാന തേരസിൽ നിന്ന് അഹസ്വേരോശ് രാജാവിനെ മോർദെഖായി രക്ഷിച്ചു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. Though they fasted and prayed, one thing happened in the past. This Mordecai, though none knew about this fact, this Mordecai secretly helped and saved king's life. കഴിഞ്ഞ കാലങ്ങളിൽ ഞാനും നിങ്ങളും നമ്മുടെ രാജാവിന് വേണ്ടി ഏതെങ്കിലും നിലയിൽ നമ്മുടെ ചെറുവരല്ലെങ്കിലും അനങ്ങിയിട്ടുണ്ടെങ്കിൽ, പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നമ്മളെ കണ്ണടയുന്നതിന് മുമ്പ് കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് നമ്മുടെ ചിന്താമണ്ഡലത്തിനപ്പുറം, നമ്മുടെ നിരൂപണത്തിനപ്പുറം, നമ്മുടെ വിചാരത്തിനപ്പുറം, നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറം, നമ്മുടെ ആഗ്രഹത്തിനപ്പുറം ദൈവം നമ്മെ മാനിക്കുകയും നമ്മെ രക്ഷിക്കുകയും നമ്മെ വിടുവിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. In the past, even though you have done certain things, maybe it is in a secret, no one knew about it. But if you have done something for the glory and the expansion of the kingdom of God, our God is a faithful God and He will never forget that. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ഒന്നും പ്രവർത്തിക്കാതെ നാം എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഒരു പ്രയോജനം ഉണ്ടാകുകയില്ല. If you haven't done anything for the kingdom or for the king in the past, though you pray a lot, your prayers are not going to be answered. മറ്റൊരു എക്സാമ്പിൾ കൂടി ഇത്തരണത്തിൽ ഓർപ്പിക്കട്ടെ. I would like to mention another example too. First King chapter 2 verse 26 വായിക്കാം. 1 രാജാക്കന്മാർ 2-ാം അധ്യായം 26-ാം വാക്യം.
ആകുന്നത് കൊണ്ടും എന്റെ അപ്പൻ അനുഭവിച്ച സകല കഷ്ടങ്ങളെയും നീ കൂടി അനുഭവിച്ചത് കൊണ്ടും ഞാൻ ഇന്ന് നിന്നെ കൊല്ലുന്നില്ല എന്ന് പറഞ്ഞു. Praise the Lord. Hallelujah. Hallelujah. ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ വാക്യം കൂടി ബോർഡിൽ ഒന്ന് കാണിക്കണേ. Praise the Lord. 1 Kings chapter 2 verse 26. 1 King chapter 2 verse 26. ശ്രദ്ധിക്കണേ. ശലോമോൻ രാജാവ് 2 കുറ്റവാളികളെ കയ്യോടെ പിടികൂടി. King Solomon was capturing 2 culprits. അദോനിയാവ് എന്ന വ്യക്തിയായിരുന്നു ഒരാള്, മറ്റൊന്ന് അബ്യാഥാർ പുരോഹിതൻ. He caught Abiathar and Adoniah. രാജാവ് ബെരയാവെന്ന് പറഞ്ഞ സൈനികനെ വിളിച്ചു വരുത്തി ഈ അദോനിയാവിനെ അബ്യാഥാർ പുരോഹിതന്റെ കൺമുമ്പിൽ വെച്ച് വെട്ടിക്കൊന്നു. King Solomon killed Adoniah in front of the eyes of Benaiah. അബ്യാഥാർ പുരോഹിതനോട് രാജാവ് പറഞ്ഞു, സ്തോത്രം, ശലോമോൻ രാജാവ് പറഞ്ഞു, അബ്യാഥാർ പുരോഹിത, നീ കണ്ടോ നിന്റെ കൂട്ടുകാരൻ പിടഞ്ഞു മരിക്കുന്നത് നീ കണ്ടോ? And he actually in front of Abiathar, King Solomon killed one person and asked him, are you able to see how I killed this man? നീയും മരണയോഗ്യന, എന്നാൽ ഞാൻ നിന്നെ കൊല്ലുന്നില്ല. നീ സ്വതന്ത്രനായി സമാധാനത്തോടെ നിന്റെ വീട്ടിലേക്ക് അനാഥത്തിലേക്ക് സമാധാനത്തോടെ പൊക്കോളാൻ പറഞ്ഞു. But even though you are deserved to die, I am not going to kill you, but you go to your own field, Anathoth. എന്താ കാരണമെന്ന് നീ മരണയോഗ്യനാണേലും ഞാൻ നിന്നെ കൊല്ലാതെ വിട്ടയക്കാനുള്ള കാരണവും രാജാവ് പറയുന്നുണ്ട്. The reason why Solomon was not killing Abiathar, he was explaining that in that verse. എന്റെ അപ്പനായ ദാവീദിന് മുമ്പാകെ കർത്താവായ പെട്ടകം നീയും കൂടെ ചുമന്ന് എന്റെ അപ്പൻ എന്നോട് പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ അനുഭവം എന്റെ അപ്പൻ നിന്നെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ അപ്പനായ ദാവീദിന് കൂടെ യഹോവയുടെ പെട്ടകം അബ്യാഥാർ പുരോഹിത നീ ചുമന്നതായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. Solomon was saying that my father David told me that when in the young time you carried the ark of the Lord of God before my father David, and because of that I am going to spare you from death. അപ്പോൾ എന്റെ അപ്പൻ അനുഭവിച്ച സകല കഷ്ടങ്ങളും നീയും കൂടെ അനുഭവിച്ചത് കൊണ്ട് ഞാൻ നിന്നെ കൊല്ലുന്നില്ല, സമാധാനത്തോടെ നീ പൊയ്ക്കോളാം. Because you were afflicted in everything with which my father was afflicted, that is the reason I am going to spare you from death. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിഞ്ഞു പറയാതെയും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആത്മാർത്ഥതയോടെ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ മാനിക്കും, നമ്മെ ആദരിക്കും. അല്ല, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് പോലും നമുക്ക് തരുമെന്നുള്ളത് ദൈവവചനത്തിൽ നാം വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. In the past, whatever you have done for the kingdom of God, God is not an unfaithful God to forget that. Hallelujah. Hallelujah. ഇതാ സമാധാനത്തോടെ അബ്യാഥാർ പുരോഹിതൻ വീട്ടിലേക്ക് പോകുന്ന ഭാഗം ഞാൻ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ അഥവാ ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യാറുണ്ട്. സമാധാനത്തോടെ അബ്യാഥാർ പുരോഹിതൻ ഭവനത്തിലേക്ക് പോകുന്നു. ദാവീദിനോട് കൂടെ യഹോവയുടെ പെട്ടകം ചുമന്ന ആ കാലഘട്ടത്തെ ഓർത്ത് സ്തോത്രം ചെയ്ത്, കഷ്ടമനുഭവിച്ച നാളുകളെ ഓർത്ത് സ്തോത്രം ചെയ്ത്, വേദന അനുഭവിച്ച നാളുകളെ ഓർത്ത് സ്തോത്രം ചെയ്ത്, അപമാനം അനുഭവിച്ച നാളുകളെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. Abiathar went back home peacefully because he carried all the affliction along with his father. He suffered along with the father. That is why he went back home joyfully. Hallelujah. Hallelujah. റോമാലേഖനം 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ മറ്റൊരു വ്യക്തിയെ എക്സാമ്പിൾ ആയിട്ട് കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. I would like to show you another example. Romans chapter 16 verse 30. Okay. അവിടെ പൗലൂസ് പറയുക, നമ്മളെ പരിചയപ്പെടുത്തുക. പൗലൂസ് കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെ
എനിക്കും അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവീൻ. കർത്താവിൽ പ്രസിദ്ധനായ ഒരു രൂഫോസിനെ കുറിച്ച് ഇവിടെ പറയുകയാണ്. We can see a man who is famous in the Lord, Rufus, a choice man in the Lord, also his mother and mine. എങ്ങനെയാണ് ഈ രൂഫോസ് കർത്താവിൽ പ്രസിദ്ധനായത്? How come Rufus became famous? രൂഫോസ് കർത്താവിൽ പ്രസിദ്ധനാകാനുള്ള കാരണം മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. അത് 15-ാം അധ്യായം 21-ാം വാക്യം. മർക്കോസ് സുവിശേഷം 15:21. Mark chapter 15 verse 21 shows what is the reason of famous in Rufus became famous. അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ അവന്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശിമോനെ അവൻ്റെ ക്രൂശ് ചുമപ്പാൻ അവൻ നിർബന്ധിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന് തോളേല് എടുത്താൽ പൊങ്ങുകയില്ലാത്ത പച്ച ആ മരക്കുരിശ് കർത്താവിന് തോളിൽ വെച്ചു. പലയിടങ്ങളിലും മുടന്തി വീണു. ആ സന്ദർഭത്തിൽ ഭാഗ്യവശാൽ ആ വഴി യാദൃച്ഛയായി വന്ന ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു ഈ കുറേനക്കാരനായ ശിമോൻ. അപ്പോൾ അവനൊരു സാധുവായ മനുഷ്യനായിരുന്നത് കൊണ്ടും ഈ പടയാളികൾ പറഞ്ഞു, കർത്താവിന് ക്രൂശ് ചുമക്കാൻ ബുദ്ധിമുട്ട് വരും, യേശുവിന് ക്രൂശ് ചുമക്കാൻ ബുദ്ധിമുട്ട് വരും, നീ ആ ക്രൂശിൻ്റെ ഭാരം ഒന്ന് താങ്ങിക്കേ. അവൻ വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ യേശുപ്പച്ചൻ്റെ ക്രൂശ് ചുമക്കാൻ ഈ കുറേനക്കാരനായ ശിമോൻ തീരുമാനിച്ചു. We can see here Simon of Cyrene. He was the father of Alexander and Rufus. He was forced or pressed to bear our Lord Jesus' cross. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം ആർക്കും കടക്കാരനല്ലെന്നേ. സ്തോത്രം. രൂഫോസേ, നിന്റെ അപ്പൻ പ്രൈസ് ദി ലോർഡ് കർത്താവ് ചുമക്കേണ്ട ക്രൂശിന്റെ ഒരു ഭാരം താങ്ങിയ നിമിത്തം നിന്നെയും കുടുംബത്തെയും അനുഗ്രഹിക്കുവാൻ എൻ്റെ കർത്താവ് സന്നദ്ധനായിരുന്നു. So he was explaining, Rufus, you became famous because of your father who carried the burden of the cross. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയം എൻ്റെ ദൈവം പ്രതിഫലം തരാതിരിക്കയില്ല. Our God is a God who is a faithful God, and He will reward faithfully to those who deserve it. ഇനിയുള്ള ശേഷം കാലമാണെങ്കിലും പ്രൈസ് ദി ലോർഡ് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളുണ്ടല്ലോ, കർത്താവിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമുക്ക് ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. In the coming future also, it is not too late to start or begin doing something for the kingdom's expansion. So let us never forget to do good. പൗലോസ് ഗലാത്യ വിശ്വാസികളോട് പറയുന്നുണ്ട്, നന്മ ചെയ്യുന്ന കാര്യത്തിലുണ്ടല്ലോ എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ മടുത്തു പോകരുത്. Amen. അങ്ങനെ നിങ്ങൾ തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് കൊയ്യൂന്നൊരു വാക്യമുണ്ട്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 9-10 വാക്യം ഒന്ന് വായിക്കാവോ? In the book of Galatians chapter 6 verses 9 and 10. ആമേൻ. അയ്യോ, ഞാനും നിങ്ങളും തളർന്നു പോകരുത്. ഏത് കാര്യത്തിലാ? നന്മ ചെയ്ത കാര്യത്തിൽ തളരരുത്. അല്ല, നന്മ ചെയ്യുന്ന കാര്യത്തിൽ മടുത്തു പോകരുത്. അങ്ങനെ മടുത്തു പോകാഞ്ഞാൽ സമയത്ത് നിങ്ങൾ കൊയ്തു കൂട്ടും. Let us not lose heart in doing good, for in due time we will reap if we do not grow weary. So then, while we have opportunity, let us do good to all people, and especially to those who are of the household of the faith. ആരെങ്കിലും നന്മ കൊയ്തു കൂട്ടുന്നുണ്ടെങ്കിൽ ആരും അത് കണ്ട് അസൂയപ്പെടരുത്. കേട്ടോ, ഇവിടെ ശ്രദ്ധിക്കണേ. ആരും അത് കണ്ട് അസൂയപ്പെടരുത്. കാരണം എന്നറിയാമോ? അവർ കഴിഞ്ഞ കാലങ്ങളിൽ നന്മ ചെയ്യുന്നതിൽ മടുക്കാതെ ഇരുന്നു, നന്മ ചെയ്യുന്നതിൽ തളർന്നു പോയില്ല. So do not be envious if any persons are being flourished, because they were doing good things in the past.
നമ്മുടെ കർത്താവ് ഒരു പാവപ്പെട്ട സ്ത്രീയോടാ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്. സ്തോത്രം. Our Lord was saying in this way to a poor woman. ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. കർത്താവ് നേരെ ഡയറക്റ്റ് ആയിട്ട് പറയുക, ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി ഞാൻ പ്രസ്താവിക്കുമെന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അങ്ങനെ ഒരു വാക്യം സുവിശേഷത്തിലുണ്ടോ? സ്തോത്രം. ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലായിടത്തും അവളുടെ ഓർമ്മയ്ക്കായി അവൾ ചെയ്തത് ഞാൻ പ്രസ്താവിക്കുമെന്ന്. അത് വായിച്ചേ. മത്തായി സുവിശേഷം 26 അധ്യായം 13 വാക്യം. Matthew chapter 26 verse 13. ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇതെന്ത് സംഭവം എന്നറിയാമോ? കർത്താവ് ഒരു പരീക്ഷന്റെ വീട്ടിലായിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു പാവപ്പെട്ട സ്ത്രീ പരിമളതൈലം, വിലയേറിയ പരിമളതൈലം കൊണ്ടുവന്ന് കർത്താവിൻ്റെ തലയിൽ ഒഴിച്ചു. ആ 26 അധ്യായത്തിൻ്റെ 6 വാക്യം മുതൽ വായിച്ചേ. ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വെൺകൽ ഭരണി എടുത്തും കൊണ്ട് അവന്റെ അടുക്ക വന്നു. അവൻ പന്തിയിൽ ഇരിക്കുമ്പോൾ അത് അവന്റെ തലയിൽ ഒഴിച്ചു. ഈ വെറിഞ്ചനം എന്തിനാണെന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. പക്ഷേ കർത്താവിൻ്റെ തലയിൽ പരിമളതൈലം ഒഴിച്ചു. അതറിഞ്ഞു, അതനുഭവിച്ച കർത്താവ് പറയുക, ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി ഇത് പ്രസ്താവിക്കുന്നു. And in the house of Simon the leper, Lord Jesus came, and a poor woman came there with alabaster vial of very costly perfume, and she poured it on his head as he reclined at the table. By seeing her action, Lord Jesus told everyone that, truly I say to you, wherever this gospel is preached in the whole world, what this woman has done will also be spoken of in memory of her. നിങ്ങൾ എൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ ആരും നിങ്ങളെ ദർശിക്കുന്നില്ല, ആരും നിങ്ങൾക്ക് പകരം ചെയ്യുന്നില്ല എന്ന് അറിഞ്ഞ് നിങ്ങൾ വേദനിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ദുഃഖിക്കരുത്. നിങ്ങൾക്ക് അവർ പകരം ചെയ്യേണ്ടതിന് പകരം ഞാൻ നിങ്ങൾക്ക് പകരം തരും. Are you in distress, or are you in agony because you are doing a lot of things but no one is repaying you? And if you are in such situation, you always need to bear this in your mind. Lord Jesus is not an unfaithful God. He will reward you accordingly. കർത്താവ് നമുക്ക് പ്രതിഫലം നൽകിയാൽ കർത്താവിൻ്റെ വലുപ്പത്തിനനുസരിച്ചായിരിക്കും കർത്താവ് തരുന്നത്. If God is going to reward you a person, he will measure according to his measure. കഴിഞ്ഞ ഏതോ സന്ദർഭത്തിൽ ഞാനിവിടെ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഒന്നുകൂടെ ഒന്ന് പറയുവാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കോട്ടയത്തെ പാസ്റ്റർ ഫേമിൽ സാർ പറഞ്ഞ ഒരു എക്സാമ്പിളാണ് എൻ്റെ ഓർമ്മയിലേക്ക് ഇപ്പം വരുന്നത്. I am remembering one example Pastor P.M. Philip once said in Kottayam. 2 കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വിശന്നും ദാഹിച്ചും ഇങ്ങനെ വീട്ടിലേക്ക് പോവുക. 2 kids were coming from school with hunger. ആ കുഞ്ഞുങ്ങളുടെ പിതാവ് എൻ്റെ സ്നേഹിതൻ നടത്തുന്ന ഒരു 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 കടയുടെ ഒരു ഷോപ്പിന്റെ വാതിൽക്കൽ കൂടി ഈ പിള്ളേർ പോകുന്നു. That kids were walking past through a bakery that was his father's friend. ആ സന്ദർഭത്തിലെ ആ കുഞ്ഞുങ്ങളുടെ പിതാവിന്റെ സ്നേഹിതൻ, ആ കടയുടെ ഉടമ, ആ കുഞ്ഞുങ്ങളെ കൈ കാണിച്ച് വിളിച്ചു. That friend of their father called that hungry kids to come inside that restaurant, bakery. സിസ്റ്റേഴ്സാ, ചേട്ടത്തി അനിയത്തിയും കൂടിയാണ് ഇങ്ങനെ പോകുന്നത്. അവരെ ഈ കടക്കാരൻ വിളിച്ചത്. There were 2 sisters walking with hunger. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് കുറച്ച് ചോക്ലേറ്റ് തരാൻ ഞാൻ ആഗ്രഹിക്കുക. ഇവിടെ ഈ ഭരണികളിൽ ഇങ്ങനെ ചോക്ലേറ്റ് ഇരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് നിങ്ങൾ കൈയിട്ട് എടുത്തോളാൻ പറഞ്ഞു. That owner of that bakery told that children, you can take any of the candy from this container and you can take as you like. ആ മൂത്ത കുട്ടി വളരെ സന്തോഷത്തോടെ ആ കുപ്പിഭരണയിൽ നിന്നും അവിടെ കൈക്കകത്ത് കൊള്ളുന്നിടത്തോളം വാരിയെടുത്തു. First daughter, she took as much as she can hold in her fist. അപ്പം
ഈ കടയുടമ പറഞ്ഞു, ഇളയ കുട്ടിയോട് പറഞ്ഞു, മോളെന്താ എടുക്കാത്തത്? At that time, the owner of the shop asked the younger kid, why are you not taking the candy? അവള് പറഞ്ഞു, അങ്കിളെ എനിക്ക് തന്നാ മതി, ഞാൻ എടുക്കുന്നില്ല, അങ്കിൾ എനിക്ക് തന്നാ മതി എന്ന് പറഞ്ഞു. Then that kid replied, you just give me, I am not going to take it by myself. അതെന്നാ എടുക്കാത്തത്? ഞാൻ തരണമെന്ന് നീ നിർബന്ധം പറയുന്നതിന് കാരണം എന്നാന്ന് ചോദിച്ചു. Then the owner of the shop asked, why are you insisting me to give you? അപ്പോൾ അവള് പറഞ്ഞു, അങ്കിളെ എൻ്റെ കൈ ചെറിയ കൈയാണ്, അങ്കിളിന് വലിയ കൈയാണ്, അതുകൊണ്ട് അങ്കിളിൻ്റെ കൈ കൊണ്ട് തന്നാ മതിയെന്ന്. Because she explained, my hand is too small, but uncle, your hand is big, so you please give me with your hand. അങ്കിളിൻ്റെ വലിയ വലിപ്പമുള്ള കൈയാ കേട്ടോ. So she was explaining the owner of the shop's hand is bigger or larger than her teeny tiny hand. നമ്മൾ പ്രതീക്ഷിക്കുന്ന മനുഷ്യരിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചാൽ അവരുടെ കരങ്ങളൊക്കെ വളരെ ചെറിയ കരങ്ങളാണ്. If we are expecting something from human beings, their hands and their resources are limited. എന്നാൽ സ്വർഗത്തിലെ അപ്പച്ചന്റെ കരം വളരെ വലിയ കരമാണ്. ആ കരം കൊണ്ട് അനുഗ്രഹിച്ചാൽ നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറം, നമ്മുടെ കണക്കൂട്ടലിനപ്പുറം, നമ്മുടെ ചിന്താമണ്ഡലത്തിനപ്പുറം സ്വർഗത്തിലെ ദൈവം നമ്മെ മാനിക്കുക തന്നെ ചെയ്യും. When our Father who is in heaven, when he rewards you, he will reward you in accordance with his resources. ഹല്ലേലൂയ. ഒരു എക്സാമ്പിളോട് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. I would like to give you one more example before finishing. ഹല്ലേലൂയ. അപ്പോസ്തലർ പ്രവൃത്തി 9-ാം അധ്യായത്തിൽ അവിടെ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 9-ാം അധ്യായം 36 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. Acts of the Apostles chapter 9 verses 36 onwards. യോപ്പയിലെ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്ന് പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. ആ കാലത്ത് അവൾ ദീനം പിടിച്ചു മരിച്ചു. അവർ അവളെ കുളിപ്പിച്ചൊരു മാളിക മുറിയിൽ കിടത്തി. ലുദ്ദ യോപ്പയ്ക്ക് സമീപമാകിയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു. നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കലോളം വരണമെന്ന് അപേക്ഷിപ്പാൻ 2 ആളെ അവന്റെ അടുക്കൽ അയച്ചു. പത്രോസ് എഴുന്നേറ്റ് അവരോട് കൂടെ ചെന്നു. എത്തിയപ്പോൾ അവർ അവനെ മാളികമുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവന്മാർ എല്ലാവരും കരഞ്ഞുകൊണ്ട് തബീത തങ്ങളോടുകൂടി ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ട് അവന്റെ ചുറ്റും നിന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സംഭവം നമുക്കറിയാവുന്നതാണ്. യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള ഒരു തബീത എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. Here we can see a person called Tabitha in the city of Joppa. അവൾ വളരെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും സത്പ്രവൃത്തികൾ ചെയ്യുന്നതുമായ ഒരു നല്ല സ്ത്രീയായിരുന്നു. This woman was abounding with deeds of kindness and charity, which she continually did. സത്പ്രവൃത്തിയൊക്കെ ചെയ്തു, ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നവളായിരുന്നെങ്കിലും അവൾ ദീനം പിടിച്ച് മരിപ്പാനിടയായി. Even though she was very kind, she fell sick and died. അപ്പോൾ ഈ ലുദ്ദയിൽ പത്രോസ് ഉണ്ടായിരുന്നു. യോപ്പ ഇതിന് സമീപത്തുള്ള സ്ഥലമായതുകൊണ്ട് യോപ്പയിൽ നിന്ന് ആളെ വിട്ട് പത്രോസിനെ അവർ വിളിപ്പിച്ചു. They invited Peter to come from Joppa because Lydda was near to Joppa. പത്രോസ് ഈ തബീതയുടെ വീട്ടിൽ ചെന്നപ്പം സംഭവിച്ച ഒരു കാര്യം കണ്ടു. ഒരുപാട് വിധവമാര് സ്ത്രീകള് ഈ തബീത നെയ്തെടുത്ത കുപ്പായങ്ങള്, ഉടുപ്പുകള്, വസ്ത്രങ്ങള് ഇവയെല്ലാം ഇങ്ങനെ എണ്ണി കയ്യിലെടുക്കുകയും അതിനെക്കുറിച്ച് പറയുകയും വിവരിക്കുകയും കഴിഞ്ഞ കാലങ്ങളിൽ തബീത ചെയ്ത സൽപ്രവൃത്തികളെ കുറിച്ച് പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. When Peter arrived there, a group of widows came there and brought him and showed him all the tunics and garments that this Tabitha used to make while she was with them. അവൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം പത്രോസ് ധൈര്യപ്പെട്ടു. അവൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം പത്രോസ് ആത്മനിയോഗനായി തീർന്നു. അങ്ങനെ തബീതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തബീത എഴുന്നേൽപ്പിച്ചെന്നാണ് ഇവിടെ വായിക്കുന്നത്. Peter prayed for Tabitha and made her alive. പ്രിയപ്പെട്ടവരെ, ഞാനിത് ഓർപ്പിക്കാൻ കാരണം എന്നറിയാമോ? ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയം ദൈവം പ്രതിഫലം തരും. അതുമാത്രമല്ല, തുടർന്നുള്ള കാലങ്ങളിലും ദൈവനാമ മഹത്വത്തിന് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി എന്തെങ്കിലും പ്രയോജനം നാം ചെയ്തു കഴിഞ്ഞാൽ അത് ദൈവസന്നിധിയിൽ വളരെ വിലപ്പെട്ടതാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. We should never ever forget that whatever we are doing for the expansion of the kingdom of God, and we are not being forgotten by our Father in heaven.
ഈ നന്മ ചെയ്യുന്നത് രക്ഷിക്കപ്പെടാൻ ഒരു കാരണമല്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടേച്ച് നന്മ ചെയ്തില്ലെങ്കിൽ ആ വ്യക്തി സ്വർഗത്തിൽ പോകയില്ല എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുക. Scripture is very clearly showing that if we are doing good deeds, we won't be saved. But once we saved or born again, we are supposed to do good deeds. Otherwise, we will be punished. ആ വാക്യം മാത്രം വായിച്ച് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-29 വാക്യം വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 5:28-29. John chapter 5 verses 28 and 29. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ടോ. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. കേൾക്കണേ, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ള എല്ലാവരും ഒരു ശബ്ദം കേൾക്കുന്നു. എന്നിട്ട് ജീവനായി പുനരുദ്ധാനം ചെയ്യുന്നത് ആരാ? നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായി പുനരുദ്ധാനം ചെയ്യും. രണ്ട് സമയങ്ങളിലാണ് പുനരുദ്ധാനം ചെയ്യുന്നു. പക്ഷേ ജീവനായിട്ട് പുനരുദ്ധാനം ചെയ്യുന്നവർ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നന്മ ചെയ്തവരാ. Amen. We can see that Lord Jesus was explaining two kind of resurrections. One group is resurrecting, but the other group is resurrecting for life. ചിലർ ചിന്തിക്കും, നന്മ ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെതായ പ്രതിഫലമൊന്നും കിട്ടുകയെന്നേ ഉള്ളല്ലോ, പ്രതിഫലം കിട്ടുകയെന്നേ ഉള്ളല്ലോ, ദൈവശിക്ഷയൊന്നും ഉണ്ടാകുകയല്ലോ, എനിക്ക് പ്രതിഫലം വേണ്ട, ഞാൻ നന്മ ചെയ്യുന്നില്ല എന്നാരെങ്കിലും ചിന്തിച്ച് തെറ്റിപ്പോയി. Some people may think that if I haven't done any good deeds, I am not going to be rewarded. But I don't want any reward. But when you think in that way, that is a sin. യാക്കോബിന്റെ ലേഖനം 4:17 പറയുക, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നത് പാപമാണ്. In the book of James, എല്ലാരും ഒന്ന് വായിച്ച് കേൾപ്പിച്ചത്. യാക്കോബ് 4:17. കേക്കണേ, വളരെ കറക്റ്റായിട്ട് നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവന് അത് പാപം തന്നെ. Therefore, to one who knows the right thing to do and does not do it, to him it is sin. യഹോവ കായീനോട് പറയുമ്പോഴും നിന്റെ മുഖം എന്നാ ഇങ്ങനെ ദുഃഖിക്കുന്നത്? നന്മ ചെയ്തിരുന്നെങ്കിൽ ദൈവം നിന്നിൽ പ്രസാദിക്കുകയില്ലായിരുന്നോ? നന്മ ചെയ്യാത്തിടത്തോളം കാലം പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നെന്ന് പറഞ്ഞു. When God asked Cain, why are your face is so sad? If you do good, you will be rewarded. But if you are not doing what is right, it is sin. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്, തളർന്നു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് കൊയ്യുവാനിടയായിത്തീരും. So never give up in doing what is good, and you are going to be reaped the harvest of goodness in the right time. നമ്മൾ വായിച്ച ആദ്യത്തെ കുറിവാക്കി ആരും മറക്കരുത്. തിന്മ ചെയ്തവർ വെളിച്ചത്തെ ഭയക്കുന്നു, അവരുടെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ വെളിച്ചത്തിലേക്ക് വരുന്നില്ല. We never forget this verse. For everyone who does evil hates the light and does not come to the light for fear that his deeds will be exposed. But he who practices the truth comes to the light so that his deeds may be manifested as having been wrought in God. എന്നാൽ സത്യം പ്രവർത്തിക്കുന്നവൻ തന്റെ പ്രവൃത്തി ദൈവത്തെ ചെയ്തിരിക്കാൻ അത് വെളിപ്പെടേണ്ടതിന് സന്തോഷത്തോടെ വെളിച്ചത്തിലേക്ക് വരുന്നു. He who practices the truth happily comes to the light because he is doing what God wants him to do. നമ്മുടെ കരങ്ങൾ ഒരു ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ കേൾപ്പിച്ച ദൈവദിനത്തിന് മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി